ഹലോ ടെക് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ചാനലിൽ ഒത്തിരി ജോബ്സിൻ്റെ വാക്കൻസീസ് ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ഒരു പഠനമൊക്കെ കഴിഞ്ഞ് ഒരു ജോബ് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഈ ഒരു ടെക് ടിപ്സിൻ്റെ ചാനലിൽ നിരവധി ജോലികളുടെ ഒഴിവുകൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്കാണ് കേട്ടോ വീഡിയോസ് വരുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം തന്നെ തൊട്ടടുത്തൊരു ചെറിയ ബെൽ ബട്ടൺ കൂടെ കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമുക്ക് ഗോവയിലെ NITയിൽ വന്നിരിക്കുന്ന കുറച്ച് അനധ്യാപക പോസ്റ്റുകളെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ടീച്ചർ വേക്കൻസി അല്ല, നോൺ ടീച്ചർ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള ഒഴിവുകളാണ്. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഗോവയിലെ NITയിൽ വന്നിരിക്കുന്ന പലതരത്തിലുള്ള അനധ്യാപക പോസ്റ്റുകളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. മൊത്തം 21 ഒഴിവാണുള്ളത്. അതിൽ തന്നെ ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B എന്നീ പോസ്റ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. രണ്ടിലും കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഓൺലൈൻ ഫീസാണ് കേട്ടോ നമ്മൾ അടയ്ക്കേണ്ടത്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ളത് വന്നിട്ട് ഏപ്രിൽ 27 മുൻപായിട്ട് അപ്ലൈ ചെയ്യണം. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഒഫീഷ്യൽ വെബ്സൈറ്റ് ഈ താഴെ കൊടുത്തിരിക്കുന്നതാണ്. ഈ ഒരു വെബ്സൈറ്റ് ജസ്റ്റ് ഗൂഗിളിൽ അതുപോലെ തന്നെ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ വരുന്നതായിരിക്കും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇതുപോലെ കിടക്കുന്ന കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഫുള്ളായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റും അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം അടക്കം ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. അപ്ലൈ ചെയ്യാനായിട്ട് ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. അതിനുശേഷം നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാതും ഫില്ല് ചെയ്ത് ഓൺലൈൻ പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം ആ ഒരു ഹാർഡ് കോപ്പി നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇവരുടെ വിലാസത്തിൽ നമ്മൾ ഹാർഡ് കോപ്പി സെൻഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം കൂടിയുണ്ട്. അപ്പോൾ 2 തരത്തിൽ വേണം നമ്മൾ ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി ഓരോ പോസ്റ്റുകൾ എന്താണെന്നുള്ളതും അതിൽ വേണ്ട ക്രൈറ്റീരിയാസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന പോസ്റ്റ് വന്നിട്ട് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ടെക്നീഷ്യൻ പോസ്റ്റ് ഉണ്ട്, അസിസ്റ്റന്റ് രജിസ്ട്രാർ പോസ്റ്റ്, അസിസ്റ്റന്റ് ലൈബ്രറിയൻ, സ്റ്റുഡൻറ് ആക്ടിവിറ്റി ആൻഡ് സ്പോർട്സ് ഓഫീസർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, സൂപ്രണ്ട്, സീനിയർ ടെക്നീഷ്യൻ, സീനിയർ അസിസ്റ്റന്റ്, ഓഫീസ് അസിസ്റ്റന്റ്. ഇത്രയാണ് മൊത്തത്തിൽ 27 ഒഴിവായിട്ട് ഇവർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓരോ പോസ്റ്റിലേക്കും വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ എത്ര വേക്കൻസീസ് ആണ്, എത്രയാണ് ഏജ് ലിമിറ്റ് മുതലായ കാര്യങ്ങളെല്ലാതും തന്നെ ഈ ഒരു PDF ഇവരുടെ അഡ്വർടൈസ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് എല്ലാം വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിലും വേണ്ട ക്വാളിഫിക്കേഷൻ അടക്കം ഇവർ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റ് ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി BE, BTech, MCA, എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അതല്ലെങ്കിൽ സയൻസ് ബിരുദം നേടിയവരായിരിക്കണം. ഇനി ഇതിൻ്റെ അകത്ത് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് ആണെങ്കിൽ ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് സിവിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കലിൽ BE, BTech, എഞ്ചിനീയറിംഗ് ഡിപ്ലോമ തുടങ്ങിയ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാവണം. ടെക്നീഷ്യൻ്റെ ഒഴിവാണെങ്കിൽ +2 ITI അതല്ലെങ്കിൽ 3 വർഷത്തെ ഡിപ്ലോമ പാസ്സായവരായിരിക്കണം. ഇനി മറ്റുള്ള തസ്തിക, അതായത് അസിസ്റ്റന്റ് രജിസ്ട്രാർ അതുപോലെ തന്നെ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ നമുക്കതിൻ്റെ അകത്ത് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ മതിയെന്നും ഇവരിതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്രൂപ്പ് A തസ്തികയിലേക്കാണെങ്കിൽ 1000 രൂപയും B തസ്തികയിലേക്കാണെങ്കിൽ 500 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ഭിന്നശേഷിക്കാർക്കും SC ST കാർക്കൊക്കെ ഫീസിൽ 50% ഇളവുകളുണ്ട്. ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറിലോട്ട് പോവുകയാണെങ്കിൽ സ്റ്റേജ് 1, സ്റ്റേജ് 2 ആയിട്ടാണ് ഇവർ തിരിച്ചിരിക്കുന്നത്. സ്റ്റേജ് 1 നമുക്കിതിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ബേസ്ഡ് ആയിട്ടുള്ള റിട്ടൺ എക്സാം ഉണ്ട് 90 മിനിറ്റ്സിൻ്റെ. അതിൻ്റെ അകത്ത് ജനറൽ നോളേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് എബിലിറ്റി, ജനറൽ എബിലിറ്റി, കമ്പ്യൂട്ടർ ഫണ്ടമെൻറ്റൽസ് ഇത്രയും റിലേറ്റ് ആയിട്ടുള്ള ഒരു റിട്ടൺ എക്സാം ഉണ്ടായിരിക്കും പാർട്ട് എയിൽ. ഇനി പാർട്ട് B അതായത് ടെക്നിക്കൽ സ്റ്റാഫ്സിനാണെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും പാർട്ട് B അതായത് ടെക്നിക്കൽ സ്റ്റാഫ്സിൻ്റെ ആ ഒരു എക്സാമിൻ്റെ അകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനായിരിക്കും ഇൻ്റർവ്യൂ ഇവർ വയ്ക്കുക. അതിനുശേഷമായിരിക്കും അപ്പോയിൻമെൻറ്റ്. അപ്ലിക്കേഷൻ പ്രൊസീജിയറിലോട്ട് പോവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ NIT ഗോവയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ അകത്ത് ഈ ഒരു അനൗൺസ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് തന്നെ അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ടാബ് കാണാനായിട്ട് സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ ഒരു പ്രൊസീജിയറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ പോർട്ടലിൽ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം ഡോക്യുമെൻറ്റ്സ് എല്ലാതും നമ്മൾ സ്കാൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ
അങ്ങനെ എല്ലാതും കഴിഞ്ഞതിന് ശേഷം ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കണം. അപ്പോൾ ഫീസും കൂടെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു അപ്ലിക്കേഷൻ നമ്മൾ പ്രിൻ്റ് എടുക്കുക. അതിനുശേഷം നമ്മൾ ഈ കാണുന്ന വിലാസത്തിൽ കറക്റ്റായിട്ട് തന്നെ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുക പോസ്റ്റ് ഓഫീസ് വഴി. ഇത്രയാണ് ഇതിൻ്റെ പ്രൊസീജിയർ വന്നിട്ട്. അതിനുശേഷം അവർ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ മെയിൽ അയക്കുമായിരിക്കും ചെയ്യുന്നത്. അതിൻ്റെ ഹോൾ ടിക്കറ്റും എക്സാമിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസും മറ്റും മെയിൽ അയക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും പോസ്റ്റ് ഉണ്ട്. ഇതിന് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിലും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. മറ്റൊരു ജോബിൻ്റെ വേക്കൻസിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.